നരേന്ദ്രമോദി 103 മിനിറ്റ് നീണ്ടുനിന്ന തൻ്റെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഇതുവരെ നടന്ന സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. അതിന് പ്രധാന കാരണം ഇന്ത്യ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ വളരെ വളരെ വലുതാണ്. ആണവായുധം കട്ടി ഇന്ത്യയെ ഭയപ്പെടുത്തണ്ട എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ നരേന്ദ്രമോദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ട്രംപ് പാകിസ്ഥാനെ സഹായിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ആണവായുധം എടുത്ത് ഉപയോഗിച്ച് കളയാം എന്ന് പാകിസ്ഥാൻ വിചാരിച്ചാൽ അത് സർവനാശത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കിനാര ഹിൽസിൽ ഇന്ത്യ നടത്തിയ അക്രമം. ആ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയല്ല, ആണവായുധം എന്ന് കേട്ടാൽ ഭയക്കുന്ന പ്രധാനമന്ത്രിയുമല്ല. ശക്തമായൊരു ഗവൺമെൻറ്റാണ്, ശക്തനായ പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. ഈ ചടങ്ങിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധി തൻ്റെ അസാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ഐശ്വര്യപൂർണ്ണമാക്കി എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞേ മതിയാവുള്ളൂ. ഇനി ചടങ്ങിലേക്ക് വന്നാൽ, ഈ ചടങ്ങിൽ നരേന്ദ്രമോദി പല പ്രഖ്യാപനങ്ങളും നടത്തി. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം ഡെമോഗ്രാഫിക് മിഷൻ സ്ഥാപിക്കും എന്നുള്ളതാണ്. എന്താണ് ഡെമോഗ്രാഫിക് മിഷൻ്റെ ലക്ഷ്യം? ഡെമോഗ്രാഫിക് മിഷന് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. അനധികൃത കുടിയേറ്റത്തിലൂടെ അല്ലെങ്കിൽ അനധികൃത നുഴഞ്ഞുകയറ്റത്തിലൂടെ ഇന്ത്യൻ ജനസംഖ്യയുടെ സ്വഭാവം തകർക്കാൻ പാകിസ്ഥാനും ബംഗ്ലാദേശും നടത്തുന്ന ശ്രമങ്ങളെ സർവശക്തിയും ഉപയോഗിച്ച് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളതിൻ്റെ ആദ്യത്തെ മുന്നറിയിപ്പുകളിലൊന്നാണ് ഈ ഡെമോഗ്രാഫിക് മിഷൻ എന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. ഇത് കാര്യം നിസ്സാരമായൊരു കാര്യമല്ല. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാരും അനധികൃത കുടിയേറ്റക്കാരും ബംഗാൾ, ബീഹാർ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുടിയേറിപ്പാർത്ത് അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അവിടുത്തെ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അനധികൃതമായ കുടിയേറ്റം അതേത് രാജ്യത്ത് നടന്നാലും അത് 3 പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം വിഭവ ദാരിദ്ര്യം എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ വിഭവങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ട ഇന്ത്യയിലെ വിഭവങ്ങൾ, ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുക്കുന്ന സൗജന്യങ്ങൾ, ആനുകൂല്യം, റേഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, ഇത് അനധികൃതമായി ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് കൈവശപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രാജ്യത്തെ ഒരു വിഭവ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന നരേന്ദ്രമോദിയുടെ നിലപാട് ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ അനധികൃത കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും ഉണ്ടാക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളാണ്. ആരോടും ഒരു ഉത്തരവാദിത്വമില്ലാതെ അനധികൃതമായി ആരും അറിയാതെ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നവർ തങ്ങളുടെ ഇവിടുത്തെ താമസം നിയമാനുസൃതമാക്കാൻ ആദിവാസി മേഖലയിൽ ചെല്ലുന്നവർ ആദിവാസി പെൺകുട്ടികളെ കല്യാണം കഴിക്കും. അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന ആളുകൾ അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ച് വിവാഹത്തിലൂടെ പൗരത്വം നേടിയെടുത്ത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നടത്തുന്ന വളരെ ഗൂഢമായൊരു ശ്രമമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ പ്രസവിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് അമേരിക്കയിലെ ഒരു കുട്ടിക്ക് പൗരത്വം കിട്ടില്ല എന്ന ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു ഉദാഹരണം, പാകിസ്ഥാനിൽ നിന്ന് പലരും ഒരു ടൂറിസം പോലെ നേരെ അമേരിക്കയിൽ വരിക, അമേരിക്കയിൽ പ്രസവിക്കുക, കുട്ടിക്ക് പൗരത്വം ഉറപ്പിക്കുക, തിരിച്ചു പോവുക. ഇത്തരം കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവിടെ നിന്ന് വിവാഹം കഴിക്കുക, കുട്ടികളാകുക, ഇവിടെ സ്ഥിരതാമസമായി ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നുഴഞ്ഞുകയറ്റത്തിൻ്റെ മറ്റൊരു ദ്രോഹം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ സാമൂഹ്യ സംഘർഷം, ഈ കുടിയേറ്റം മൂലമുണ്ടാകുന്ന സാമൂഹിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. മൂന്നാമത്തേത് നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ളൊരു കടന്നാക്രമണമാണ്. ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്. ഏത് സംസ്ഥാനത്ത് ചെന്നാലും അതിൻ്റെ സംസ്കാരമുണ്ട്. തമിഴ്നാടിൻ്റെ സംസ്കാരമുണ്ട്, കേരളത്തിൻ്റെ സംസ്കാരമുണ്ട്, ആസാമിനും ബംഗാളിനും ബീഹാറിനും സംസ്കാരമുണ്ട്. പക്ഷേ അനധികൃതമായി വരുന്ന ഈ കുടിയേറ്റക്കാർ അവർക്കൊരു സംസ്കാരമേ ഉള്ളൂ. അത് ഭീകരപ്രവർത്തനത്തിൻ്റെ സംസ്കാരമാണ്, അത് മതമൗലികവാദത്തിൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മുടെ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന സാംസ്കാരിക തനിമയെ തകർക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ ഒരു സാംസ്കാരിക മാറ്റം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇവിടേക്ക് വരുന്ന പല കുടിയേറ്റക്കാരിലും നുഴഞ്ഞുകയറ്റക്കാരിലും അത് ബംഗ്ലാദേശിലെ പൗരന്മാരാണ്. അവരിവിടെ വരുന്നു, വിവാഹം കഴിക്കുന്നു, ഇവിടെ താമസിക്കുന്നു. പക്ഷേ അവരുടെ ബന്ധുക്കളൊക്കെ ബംഗ്ലാദേശിൽ തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു സാംസ്കാരികമായ കടന്നാക്രമണം നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ ആഴത്തിനുള്ള ഒന്നാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 3 പ്രശ്നങ്ങളാണ്, അതായത് വിഭവ സമാഹരണവും അതുപോലെ തന്നെ സാമൂഹ്യ സംഘർഷവും സാംസ്കാരികമായ കടന്നാക്രമണവും ആണ് പ്രധാനമായി നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കായാലും നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടും അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ കൊണ്ടും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് സിറിയ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായിരുന്നു. ഇന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമായി. സുറിയാനി ക്രിസ്ത്യാനികൾ സിറിയയിൽ നിന്ന് വന്നതാണ്. യാക്കോബായ സമുദായത്തിൻ്റെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ഡമാസ്കസിൽ വെച്ചായിരുന്നു. ഇന്ന് ഡമാസ്കസിലെ പരമാധ്യക്ഷനിൽ അദ്ദേഹം അമേരിക്കയിലും കണ്ടാണ് പോയി താമസിക്കുന്നത്. സിറിയ ഒരു മുസ്ലിം രാജ്യമായി. ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ലെബനൻ മുസ്ലിം രാഷ്ട്രമായി. കാലത്തെ ടർക്കിയിൽ വലിയ ഭൂരിപക്ഷവും അതുപോലെ തന്നെ നിർണായകമായ സ്വാധീനവും ഉണ്ടായിരുന്നു ടർക്കിയിലെ ക്രൈസ്തവർക്ക്. ഇന്നത് പരിപൂർണമായിട്ട് മാറിയിരിക്കുന്നു. ഉറുദുഗാൻ വന്നപ്പോൾ വളരെ പഴക്കമുള്ള ഹാദിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയം തന്നെ മോസ്കാക്കി മാറ്റി. ഇതാണ് ഓരോ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും മറ്റ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവപൂർവ്വം നോക്കിക്കാണേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഗൗരവം തിരിച്ചറിഞ്ഞ് അവർ കുടിയേറ്റം നിയന്ത്രിക്കാൻ തുടങ്ങി. അത് ഗ്രേറ്റ് ബ്രിട്ടൻ ആയാലും ശരി, അതല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, എല്ലാ രാജ്യങ്ങളും കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. അമേരിക്കയാണെങ്കിൽ മുസ്ലിമാണെന്ന് കണ്ടാൽ അവർ വിസ നിഷേധിക്കുന്ന ഒരു സാഹചര്യം പോലും അമേരിക്കയിലുണ്ടായിട്ടുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക തനിമയെ, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഒക്കെ തകർക്കാൻ കാരണമാകാൻ കഴിയുന്ന, വഴിതെളിക്കുന്ന ഒന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് നടക്കുന്ന ഈ അനധികൃതമായ കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ തൊട്ടയൽ പക്കമായ പാകിസ്ഥാനാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ജനിച്ചത് തന്നെ മതപരമായൊരു വിഭജനത്തിൻ്റെ പേരിലാണ്. പാകിസ്ഥാനികളായാലും ഇന്ത്യക്കാരായാലും ഒരേ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവരൊരു വംശമാണ്. ഒരു ജീവിത രീതി സ്വീകരിച്ചിരുന്ന ആളുകളാണ്. അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം, ഇതുണ്ടാകാനുള്ള കാരണം മതപരമായ വിഭജനം മാത്രമാണ്. വീണ്ടും മതപരമായൊരു വിഭജനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടാൻ പാടില്ല. തള്ളിവിട്ടാൽ നമ്മുടെ മുന്നിൽ 2 ഉദാഹരണമുണ്ട്. ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് ബംഗ്ലാദേശും. പാകിസ്ഥാനിലെ സെൻസസ് കണക്കനുസരിച്ച് 1950 പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ 12% ഉണ്ടായിരുന്നു. അവിടുത്തെ ജനസംഖ്യയുടെ 12% ഹിന്ദുക്കളായിരുന്നു. അവരുടെ കണക്കാണ് 1950 അവരുടെ സെൻസസ് കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം വെറും 2%. ഇവിടെ പോയി 11% എന്ന് പഠിക്കട്ടെ. ഇനി ബംഗ്ലാദേശിൽ 1950 സെൻസസ് കണക്കനുസരിച്ച് ഹിന്ദുക്കളുടെ എണ്ണം 23%. 2015 സെൻസസ് കണക്കനുസരിച്ച് ഹിന്ദുക്കളുടെ ശതമാനം 8 കുറഞ്ഞു. മുഹമ്മദ് യൂനുസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു. പക്ഷേ അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ഇന്ത്യയിൽ ആരെയും കണ്ടില്ല. അന്താരാഷ്ട്ര രംഗത്തും ആളുകൾ മറ്റു രാജ്യങ്ങളിൽ നിശബ്ദത പാലിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് ത്രിമൂർത്തികൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ്, അസീം മുനീർ, ജോർജ് സോറസ്, ഈ 3 പേരും ഒരേ രാശിയിലെത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ തകർക്കാനായി ഇവർ 3 പേരും ഒരേ രാശിയിലെത്തിയിരിക്കുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ല. അവർക്ക് എല്ലാ സഹായവും നൽകുന്നതാണ് ഇന്ന് ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഒരു 7ാം ടൺ ശനി. രാഹുൽ ഗാന്ധി എന്ന 7ാം ടൺ ശനിയും കൂടെ ഒപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ത്രിമൂർത്തികളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഡെമോഗ്രാഫിക് മിഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ വെറുതെ ഇരിക്കും എന്ന് കരുതണ്ട. ഡെമോഗ്രാഫിക് മിഷൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പുറത്താക്കാനാണ്, കൊല്ലാനാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞവർ രംഗത്ത് വരും. ദേശീയ പൗരത്വ നിയമം വന്നപ്പോൾ ഈ നമ്മുടെ ഗ്രാമങ്ങൾ, കേരളം പോലെ വിദ്യാസമ്പന്നരായ നാടുകളിൽ പോലും അഭ്യസ്തവിദ്യരായ ഇടതുപക്ഷ പ്രവർത്തകരും കോൺഗ്രസും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും ദേശീയ പൗരത്വ നിയമം പാസ്സാക്കിയാൽ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ രാജ്യത്തിന് വലിയ ബാധ്യതയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ അടുത്ത യുദ്ധത്തിന് കോപ്പ് കൂട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെ പല തരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ദേശീയ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കി മോദിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു.
കർഷക സമരത്തിൻ്റെ പേരിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അവസാനം 370 വകുപ്പ് റദ്ദാക്കിയതിൻ്റെ പേരിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു. വഖഫ് ബോർഡിൻ്റെ പേരിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഒരുപാട് പേരിൽ മോദിയെ അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടത്തിയതാണ്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം ചീറ്റിപ്പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവസാനമാണ് രാഹുൽ ഗാന്ധി തൻ്റെ അവസാനത്തെ ആയുധം എടുത്തിരിക്കുന്നത്. മോദി വോട്ട് കള്ളനാണ് എന്ന് പറയുക. മോദി വോട്ട് കള്ളനാണ് എന്ന് പറഞ്ഞ് അടുത്ത സമരം വളരെ വേഗം ആരംഭിക്കും. ഈ വോട്ട് കള്ളനാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ആരംഭിക്കുന്ന ഈ സമരത്തിന് തീ പകരുന്നതായിരിക്കും ഡെമോഗ്രാഫിക് മിഷൻ. അപ്പം രാഹുൽ ഗാന്ധിക്ക് രണ്ട് കാര്യങ്ങളായിട്ട് ഇനിയും രംഗത്തിറങ്ങാം. ഓരോന്നിനോരോന്നിന് പ്രത്യേകം ഇറങ്ങണ്ട. മോദി വോട്ട് കള്ളനാണെന്ന് പറഞ്ഞ് ഇറങ്ങാം, കള്ളവോട്ട് കൊണ്ടാണ് അധികാരത്തിലെത്തിയത് എന്ന് പറഞ്ഞിറങ്ങാം. ഒപ്പം ഡെമോഗ്രാഫിക് മിഷൻ എന്ന ഗവൺമെൻറ്റിൻ്റെ സങ്കല്പത്തിനെതിരായിട്ട് ഇറങ്ങാം. ഉടനെ നാളെ മറ്റന്നാളത്തേക്ക് അവരുടെ പ്രസ്താവനകളൊക്കെ വരും ഈ ഡെമോഗ്രാഫിക് മിഷനെതിരായിട്ട്. അപ്പോൾ അത് രാഷ്ട്രീയക്കാരുടെ ജോലിയാണ്, അവർ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഗൗരവത്തോടെ കാണുന്ന മറ്റൊന്നുള്ളത് മാധ്യമങ്ങളുടെ പങ്കാണ്. അപ്പോൾ മാധ്യമങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ, അതായത് അണിയറയിൽ വേഷങ്ങൾ ചുട്ടികുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ കേളികൊട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കേളികൊട്ടിന് തുടക്കം കേരളത്തിൽ കുറിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ ഏഷ്യാനെറ്റിനാണ് പ്രധാന കോൺട്രാക്റ്റ്. അപ്പോൾ സബ് കോൺട്രാക്റ്റ് മറ്റു പല മാധ്യമങ്ങൾക്കുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന മാധ്യമം എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ ഏഷ്യാനെറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് 16 ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഇന്ത്യൻ മഹായുദ്ധം എന്ന് പറഞ്ഞ് ഒരു വളരെ അരോചകമായ ഒരു പരിപാടിയുണ്ട്. അത് പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന ഒരാളാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഈ പ്രശാന്ത് രഘുവംശം അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ ഇളക്കി മറിക്കുന്നതാണ്. ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു. ഒരു ജനത മുഴുവൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ സമരം വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാക്കും, ഇന്ത്യയിലുണ്ടാക്കും എന്നാണ് പ്രശാന്ത് രഘുവംശം പറയുന്നത്. അതിൽ അദ്ദേഹം ഈ പ്രശാന്ത് രഘുവംശത്തിൻ്റെ കാര്യം നോക്കിയാൽ അദ്ദേഹം ഈ മോദിക്കെതിരെയുള്ള വിമർശകരുടെ പ്രധാന കുഴലൂത്തുകാരിലൊരാളാണ് പ്രശാന്ത് രഘുവംശം. 2014 ഒരു കാരണവശാലും BJP അധികാരത്തിൽ വരത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 2019 അത് തന്നെ ആവർത്തിച്ചു. UP തിരഞ്ഞെടുപ്പ് നടത്താൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് UP ജനങ്ങളെല്ലാം യോഗി ആദിത്യനാഥിന് എതിരാണെന്ന് പറഞ്ഞു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഒരു വിശാരദനാണ്, വളരെ വിദഗ്ധനാണ്. അദ്ദേഹം ആര് തോക്കുമെന്ന് പറഞ്ഞു, അവരൊക്കെ ജയിച്ചതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ശരി, ഈ രഘുവംശം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിന് നേതൃത്വമായിട്ട്. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹായുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയിലാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ രാമായണത്തിൽ രഘുവംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ശ്രീരാമൻ്റെ വംശമാണ് രഘുവംശം. പക്ഷേ രാമായണത്തിൽ വേറൊരു വംശവും കൂടുണ്ട്, അത് കുരങ്ങു വംശമാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഈ വിശകലനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതിലേത് വംശത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹം എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി. എന്തായാലും ശരി, ഇക്കുറി അദ്ദേഹം ഇന്ത്യൻ മഹായുദ്ധവുമായിട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന രണ്ട് മഹാപ്രതിഭകളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹായുദ്ധത്തിലൂടെ. അതിൽ ആദ്യത്തെ ആൾ വർഗീസ് കെ ജോർജാണ്. അദ്ദേഹം ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൻ്റെ, എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നറിയപ്പെടുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്ററാണ് അദ്ദേഹം വന്ന് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ മാറ്റങ്ങൾക്കാണ് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ നാളത്തെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് വർഗീസ് ജോർജിൻ്റെ അഭിപ്രായം. മറ്റൊരാളെ കൂടെ പ്രശാന്ത് രഘുവംശം കൊണ്ടുവരുന്നുണ്ട്. അത് സെബാസ്റ്റ്യൻ ജോണാണ്. സെൻറ്റ് ജോൺസ് കോളേജിലെ അധ്യാപകനാണ് ഈ സെബാസ്റ്റ്യൻ ജോൺ. അദ്ദേഹവും പറയുന്നത് രാഹുൽ ഗാന്ധി വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്, ഇന്ത്യ ഇളക്കുമറിക്കുകയാണ്, ഒരു രാഹുൽ തരംഗം ഇന്ത്യയിൽ ഇങ്ങനെ ആഞ്ഞ് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും രണ്ടുപേരും സ്വപ്നം കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കുന്ന ഒരു സുവർണ ദിവസത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന രണ്ട് പേരെയാണ് ഈ ചാനൽ ചർച്ചയിൽ ഇന്ത്യ മഹായുദ്ധത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൂട്ടത്തിൽ അവർക്ക് വേണമെങ്കിൽ ജോർജ് സോറസിൻ്റെ ദീർഘായുസിന് കൂടി വേണേ പ്രാർത്ഥിക്കാം. അവരുടെ ഒരു അവതരണ രീതി കണ്ടപ്പോൾ അത്തരൊരു പ്രാർത്ഥന കൂടെ അവർ പക്ഷേ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ശരി, നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നിറങ്ങി സിംഹാസനത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുന്ന ദിവസം അദ്ദേഹത്തെ ഹല്ലേലൂയ പാടി സ്വീകരിക്കാൻ ഈ രണ്ട് പേരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്
അവരുടെ അവതരണത്തിലൂടെ ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയത്. പിന്നെ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിൻ്റെ പാരമ്പര്യം നോക്കിയാൽ ഏഷ്യാനെറ്റിനൊരു പാരമ്പര്യമുണ്ട്. വെളുത്ത മുണ്ടിന് തടുക്കിടുന്ന പാരമ്പര്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു ഫ്രേസ് ഉണ്ട്. അതായത് എത്ര അയോഗ്യനാണെങ്കിലും സമ്പന്നൻ വന്നാൽ അവനെ സ്വീകരിക്കുന്ന, അവനോട് ദാസ്യഭാവം കാണിക്കുന്ന ഒരു ദാസ്യ മനോഭാവമാണ് ഈ വെളുത്ത മുണ്ടിന് തടുക്കിടുന്ന മനോഭാവം എന്ന് ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ഉണ്ടായ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ജനിച്ച കാലഘട്ടത്തിൽ സ്വന്തം സ്വത്തും അല്ലെങ്കിൽ സ്വന്തം സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉപയോഗിച്ച് ഏഷ്യാനെറ്റിനെ വളർത്തിയെടുത്ത ചില ആളുകളുണ്ട്. അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അവരിൽ പലരും ഇപ്പോഴേ വൃത്തസദനത്തിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുത്തൻ മുതലാളിമാർ വന്നു കഴിഞ്ഞപ്പോൾ വെളുത്ത മുണ്ടിന് തടുക്കിട്ട് അവസാനം വന്ന മുതലാളി അവരെ സ്വീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം വന്ന മുതലാളിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യാനെറ്റിലെ പത്രപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞാൽ, ഈ പത്രപ്രവർത്തകർ ഒരു ബേസിക് സ്വഭാവമുണ്ട്. അതായത് അപ്പം കാണുന്നവനെ അപ്പം എന്ന് വിളിക്കും, ഇപ്പോൾ വന്നവനെ അപ്പം എന്ന് വിളിച്ചേക്കും, ഈ അപ്പം നാളെ മാറി വേറെ അപ്പം വരും. അതാണ് ഈ ഏഷ്യാനെറ്റിലെ പല പത്രപ്രവർത്തകരുടെയും സംസ്കാരവും പാരമ്പര്യവും. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇത് മാധ്യമ വ്യഭിചാരം നടത്തുന്ന ഏഷ്യാനെറ്റിൻ്റെ ഇത്തരം പ്രചരണങ്ങൾക്ക് ചിന്തിക്കുന്ന മലയാളിയുടെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.